അതെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, അത്ര ഹെൽത്തി അല്ലാത്ത റിലേഷൻഷിപ്സിനെ കുറിച്ച് പറയുമ്പോൾ പലരും ഒരു പരദൂഷണം എന്ന പോലെ പറയാറില്ലേ. അതെ, അവർ സെപ്പറേറ്റാണ് കിടന്നുറങ്ങുന്നത്. അവർ ഭാര്യയും ഭർത്താവും വർഷങ്ങളായിട്ട് ഒരുമിച്ചല്ല ഉറങ്ങുന്നത് എന്ന് പറയാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ റീസെൻ്റ്ലി ജപ്പാനിലുള്ള ആൾക്കാരെ കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി കണ്ടത്. ജപ്പാനിൽ മിക്ക വീടുകളിലും ഭാര്യയും ഭർത്താവും സെപ്പറേറ്റ് ആണ് കിടന്നുറങ്ങാറ്. അതായത് നമ്മളെ പോലെ ഒരുമിച്ചൊന്നും അല്ല കിടന്നുറങ്ങാറ് കേട്ടോ. അതിൻ്റെ റീസൺസ് പലതുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് റീസൺസ് അവർക്കുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിന് കുറച്ച് റീസൺസ് ഉണ്ട്. ട്രഡീഷണൽ റീസൺ എന്ന് പറഞ്ഞാൽ രസമാണ്. പണ്ട് മുതലേ ജപ്പാനിലൊക്കെ ചെറിയ ചെറിയ മുറികളാണ്. നമ്മളെപ്പോലെ വലിയ വീടൊന്നും അല്ലല്ലോ അവരുണ്ടാക്കിയിരുന്നത്, ചെറിയ മുറികളാണ്. അപ്പോൾ ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ജപ്പാൻകാർക്ക് ഉണ്ടായിരുന്നുള്ളൂ പണ്ട് തൊട്ടേ. പണ്ടാണെങ്കിൽ തന്നെ അമ്മയും മക്കളും ഒരുമിച്ച് കിടക്കും, അച്ഛൻ വേറെ റൂമിൽ. അങ്ങനെയാണെന്ന് അവിടുത്തെ കൾച്ചർ. ഇപ്പോഴും ആ രീതിയാണ് അവർ പിന്തുടർന്നു പോകുന്നത്. മാത്രമല്ല ഇപ്പോഴത്തെ വർക്ക് സ്കെഡ്യൂൾസ് ഒക്കെ ഡിഫറെൻ്റ് അല്ലേ. ജപ്പാൻകാർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണെന്ന് അറിയാമല്ലോ. അതുകൊണ്ടും ഭാര്യ ഉറങ്ങുമ്പോൾ ഭർത്താവ് ശല്യപ്പെടുത്തണ്ട, അല്ലെങ്കിൽ ഭർത്താവ് ഉറങ്ങുമ്പോൾ ഭാര്യ ശല്യപ്പെടുത്തണ്ട എന്നുള്ളൊരു സ്നേഹം കൊണ്ടും അവർ മാറിക്കിടന്നാണ് ഉറങ്ങുന്നത്. പക്ഷേ ഉറക്കെ സെപ്പറേറ്റ് ആണെങ്കിലും അവർ ഒരുപാട് ക്വാളിറ്റി ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിക്കാനായിക്കോട്ടെ, ഡൈൻ ഔട്ട് ചെയ്യാനായിക്കോട്ടെ, പല കാര്യങ്ങൾക്ക് അവർ ഒരുമിച്ച് പുറത്ത് പോകും. ഈവൻ വീട്ടിലൊക്കെ ഇരുന്നിട്ടാണെങ്കിലും TV കാണുന്നത്, സീരീസ് കാണുന്നത്, കുക്കീസ് ഉണ്ടാക്കി കഴിക്കുന്നത് എല്ലാം അവർ ഒരുമിച്ചാണ്. ബാക്കി നമ്മൾ ഈ പറയുന്ന പോലെ ഒരുമിച്ച് കിടന്നാൽ മാത്രമേ സ്നേഹം ഉണ്ടാവൂ എന്നൊരു കോൺസെപ്റ്റ് അവർക്കില്ല. കാരണം രാവിലെ അവർ എഴുന്നേൽക്കുമ്പോൾ തന്നെ എവിടെ എൻ്റെ വൈഫ് എവിടെ, എൻ്റെ ഹസ്ബൻഡ് എവിടെ കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി അല്ലേ. കെട്ടിപ്പിടിച്ചൊരു ഹഗും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനുള്ളൊരു ത്വരയോട് കൂടിയാണ് അവർ എഴുന്നേറ്റ് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യുന്നതെന്നാണ് അവിടുത്തെ കൾച്ചറിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആക്ച്വലി അവിടെ ഡിവോഴ്സ് റേറ്റ്സും കമ്പയർ ടു വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ വളരെ കുറവാണെന്നാണ് പറയുന്നത്. അപ്പോഴേ ഈ ഒരുമിച്ച് കിടക്കുന്നതിലൊന്നും അല്ല കേട്ടോ കാര്യം. നമ്മളെങ്ങനെ ഒരു എന്താണ് പറയുക, പാർട്ട്ണറിന് സമാധാനം കൊടുക്കുന്നു എന്നതിലാണ് കാര്യം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. കാരണം ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പും ഭയങ്കര ക്വാളിറ്റി ഉള്ളതാകും എന്നാണ് അത്രേ അവർ വിശ്വസിക്കുന്നത്. സത്യമല്ലേ? നമ്മുടെ കൂടെയുള്ള ആൾക്ക് സമാധാനം കൊടുക്കുക എന്നുള്ളതല്ലേ പ്രധാനം. അല്ലാതെ ഒരുമിച്ച് ഉറങ്ങുന്നുണ്ടോ കിടക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ബേസിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണോ എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എനിക്കിതൊരു വലിയ കൺതുറപ്പായിരുന്നു കേട്ടോ, ഒരു പുതിയ ഐഡിയ ആയിരുന്നു. അപ്പോൾ എന്തായാലും ബൈ.